മരിക്കണമെങ്കിൽ ഇപ്പൊ ലക്ഷക്കണക്കിന് ചെലവാടോ. അതെന്താടോ? ആമാരെ നമ്മളെ മരിക്കാൻ വിടുവോ? നമ്മുടെ കുടുംബം മൊത്തം വെളുപ്പിച്ചിട്ടില്ല നമ്മളെ കൊല്ലത്തുള്ളു. വെന്റിലേറ്റർ, ICU, MRI സ്കാൻ, ചപ്പ് ചവരെന്നും പറഞ്ഞ്. അതേടോ, അതുകൊണ്ട് ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നമ്മളാരും ഹോസ്പിറ്റലിൽ പോകരുതെന്ന് തന്നെയാണ് എന്റെ ചിന്ത. ഒന്ന് കിടപ്പായ ഇഷ്ടമുള്ളത് കഴിക്കാൻ പോലും കൊടുക്കണടോ. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയുള്ളവരെ മൊത്തം നിയന്ത്രണമല്ലേ മക്കളും ബന്ധുക്കളും. പറ്റുമെങ്കിൽ സർക്കാർ ആശുപത്രി തന്നെ പോകണം. നമ്മുടെ പൈസ കൊണ്ടുണ്ടാക്കിയതല്ലിടൂ. എന്തിനു പ്രൈവറ്റുകാരന് കൊണ്ട് കൊടുക്കണം? നാട്ടുകാർ വല്ലതും പറയുന്നത് കരുതിയ മക്കള് പലപ്പോഴും ഈ പ്രൈവറ്റിൽ കൊണ്ടുപോകുന്നത്. നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയടോ. സ്വകാര്യ ആശുപത്രികൾ കൊള്ളയടിക്കാനാണോ നമ്മുടെ കുടുംബം? മരണമെന്ന് പറഞ്ഞ പ്രകൃതി നിയമമാണ്. വാർദ്ധക്യം കൊണ്ട് ജീർണിച്ച ശരീരം ജീവിതം മതി എന്നുള്ള അടയാളം തന്നാലും ഈ വെറ്റകൾ നമ്മളെ വിടില്ലടോ. ഞാൻ മരിക്കാൻ കിടന്നപ്പോഴേ ആഹാരം അടിച്ച് കലക്കി മൂക്കിൽ കൂടെ കുഴലിറക്കി അകത്തേക്ക് തന്നു. ശ്വാസം വിടാൻ വയ്യാതായപ്പോഴേ തൊണ്ടയിലെ കുഴലിറക്കി ശ്വാസം തന്നു. പിന്നെ ശരീരം മുഴുവൻ കുഴലുകളെ, സൂചികളെ, മരുന്നുകളെല്ലാം കയറ്റി. ഭയങ്കര വേദനയായിരുന്നു. വേദന സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. എന്തോരം അസുഖമായ വേദനയായിരുന്നു, പറഞ്ഞറിയിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ സൈനുമോനോട് പറഞ്ഞിട്ടുണ്ട്, വെള്ളം ഇറക്കാൻ പറ്റാത്ത സ്ഥിതി എനിക്ക് വന്നു കഴിഞ്ഞാൽ ഇമാതിരി ഒന്നും ചെയ്യാതെ ഇച്ചിരി ട്രിപ്പ് തന്നെ എന്നെ കിടത്തിയാൽ മതി. പിന്നെ ഈ വൃത്തിയും എടുപ്പുള്ള സ്ഥലത്ത് കിടത്തണം. ഏറ്റവും വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അടുത്ത് കൈയും പിടിച്ചിരിക്കണം. ചുണ്ട് വരണ്ട, സ്വല്പം തീർത്ത ചെലവഴിച്ച് തരണം. ഇത്രയും മാത്രം മതി മോനെ എന്ന് ഞാൻ അവനോട് എപ്പോഴും പറയാറുണ്ട്. അതേടോ, മരിക്കാൻ ആശുപത്രിയുടെ ആവശ്യമില്ല. മരിക്കാൻ നമ്മുടെ വീട് മതിയിടൂ. ജീവിക്കാനാവണം നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത്, അല്ലാതെ മരിക്കാനല്ല. എനിക്കിതൊന്നും കിട്ടിയില്ലടോ. താൻ പറഞ്ഞു തന്നു. എന്നെ എന്റെ മക്കൾ ഹോസ്പിറ്റലിൽ കിടത്തി കൊന്നു. അത് താനെപ്പം മരിച്ചു? തന്നെ കൊന്നെന്നോ? താൻ എന്തൊക്കെയാടോ പറയണ്ടേ? ബേബി, ബേബിച്ച ചായ അതിനിപ്പോ എന്നാ പറ്റി? ചേച്ചി എന്തിനാ പറയുന്നേ? മര്യാദക്ക് നിന്നോട് പറഞ്ഞു കാപ്പി നീ അങ്ങേർക്ക് കൊണ്ട് കൊടുക്കാൻ. ആ കിളവൻ എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചു. നോക്ക്. എന്തിനാ ചേച്ചി, എന്താ പ്രശ്നം? എടാ, ഞാൻ കട്ടൻ ചായ കൊണ്ടു കൊടുത്തപ്പോൾ അയാളുടെ കൈ തട്ടി തന്നെ അയാളുടെ ദേഹത്ത് കട്ടൻ ചായ വീണു. അതിനാണ് അങ്ങേര് എന്നെ തല്ലിയത്. ആഹാ, എന്റെ ചേച്ചിയുടെ ദേഹത്ത് കൈ വെക്കാൻ അയാൾ ആരാ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്താ സമയം പ്രശ്നം? ദേ ഇങ്ങോട്ട് നോക്ക്. ദേ, നിങ്ങൾക്കാണോ നിങ്ങളുടെ അപ്പനാണോ എന്നെ കെട്ടിച്ചു തന്നത്? സിനി, നീ തോന്നിയാസം പറയരുത് കേട്ടാ. എന്ത് പ്രശ്നം പറ നീ? എന്തു പറ്റി? ഇതാരാ അടിച്ച നിന്നെ? നിങ്ങളുടെ അപ്പൻ. അല്ലാതെ ആര്? അപ്പച്ചനോ? അപ്പച്ചൻ അങ്ങനെ ചെയ്യില്ല. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ 5 മക്കളുടെ ദേഹത്ത് അപ്പച്ചൻ കൈവച്ചിട്ടില്ല. അതിനുള്ള വകുപ്പ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുമില്ല. ഓഹോ, എന്നെ അടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പനെയാണോ ന്യായീകരിക്കുന്നത്? ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ദൈവമേ, ഇവൾ അപ്പച്ചന്റെ ദേഹത്ത് ചൂട് ചായയിൽ വിളിച്ചത്. അയ്യോ, അപ്പച്ചൻ എന്ത് പറ്റി കാണും? ടേസ്റ്റി പിള്ളേർ അവിടെ കൊണ്ടുവച്ചേക്കണ്ടോ? അയ്യോ അപ്പച്ച, ദേഹം മൊത്തം പൊള്ളിപ്പോയോ? അപ്പച്ച, ഈ പേസ്റ്റ് വരെ തേച്ചാലൊക്കെ ഇത് മാറുമോ? ബാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മോനെ, മാറിക്കൊള്ളൂടാ. അപ്പച്ച, ഈ പേസ്റ്റ് ഒക്കെ പണ്ടേ കാലം. ബാ, ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ കരുതി സോണിയാവും കട്ടൻ ചായ കൊണ്ട് വന്നേന്ന്. ഞാൻ പത്രം വായിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. സാധാരണ പതിവായിട്ട് കട്ടൻ ചായ തരുന്നത് സോണി തന്നെയാണ്. ഇവിടെ കൊണ്ട് തരുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ മോനെ. നിന്റെ പെണ്ണിനെ അടിക്കാനുള്ള അവകാശമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. അറിയാതെ പറ്റിയതാ മോനെ, അറിയാതെ പറ്റിയതാ. ക്ഷമിക്കണടാ മോനെ. പോട്ടെ, അറിയാതായാലും അവക്കത് ആവശ്യം ഉണ്ടായിരുന്നു. പണ്ടേ ഒന്ന് കൊടുക്കേണ്ടതായിരുന്നു. അപ്പച്ചൻ കൊടുത്തല്ല, സാരമില്ല. ബാ അപ്പച്ച, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം.